ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 9 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. യൂറോപ്യൻ യൂണിയന്റെ 2023 മനുഷ്യാവകാശ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം മഹ്സ അമീനി. ഇറാനിലെ വുമൻ ലൈഫ് ഫ്രീഡം എന്ന വനിതാ പ്രസ്ഥാനത്തിനും കൂടിയാണ് പുരസ്കാരം നൽകുന്നത്. ശിരോവസ്ത്രം ശരിയായ വിധം ധരിച്ചില്ലെന്നാരോപിച്ച് 2022 സെപ്റ്റംബർ 13 22-കാരിയായ മഹ്സയെ ഇറാന്റെ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ സെപ്റ്റംബർ 16 മഹ്സ കൊല്ലപ്പെട്ടു. മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. €1,00,000 സമ്മാനത്തുക. സോവിയറ്റ് വിമതനും ശാസ്ത്രജ്ഞനും നോബൽ സമാധാന ജേതാവുമായ 1989 അന്തരിച്ച ആന്ദ്രേ സക്കറോവിന്റെ പേരിൽ 1988 മുതൽ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് പുരസ്കാരം നൽകി വരുന്നു. നെൽസൺ മണ്ടേലയായിരുന്നു ആദ്യ ജേതാക്കളിൽ ഒരാൾ. മഹ്സയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ വുമൻ ലൈഫ് ഫ്രീഡം എന്ന പേരിൽ തുടരുന്ന പ്രക്ഷോഭത്തിൽ 500-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ അതിവേഗ തീവണ്ടി സർവീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? ഉത്തരം റാപ്പിഡ് എക്സ്. നമോ ഭാരത് എന്ന് പിന്നീട് നാമകരണം ചെയ്തു. അർദ്ധ അതിവേഗ സർവീസിലൂടെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഡൽഹി ഗാസിയാബാദ് മീററ്റ് പാതയിലെ സാഹിബാബാദ് ദുഹായ് ഡിപ്പോ വരെയുള്ള 17 കിലോമീറ്റർ പാതയിലാണ് ആദ്യ സർവീസ് ആരംഭിച്ചത്. 160 മുതൽ 180 കിലോമീറ്റർ വരെയാണ് തീവണ്ടിയുടെ വേഗം. 82 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 14 സ്റ്റേഷനുകളാണുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പേ പുരസ്കാരം നേടിയത്? ഉത്തരം മധുരൈ TN ശേഷഗോപാലൻ. കർണാടക സംഗീതജ്ഞനാണ്. അടുത്തിടെ അന്തരിച്ച ബോബി ചാൾട്ടൺ ഏത് കായിക മേഖലയിലെ ഇതിഹാസ താരമായിരുന്നു? ഉത്തരം ഫുട്ബോൾ. 1966 ഇംഗ്ലണ്ടിന് ഫിഫ ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യയിൽ ദേശീയ പോലീസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 21. 1959 ഒക്ടോബർ 21 ലഡാക്കിലെ അക്സായ് ചിന്നിൽ ചൈനീസ് പട്ടാളവുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച 10 CRPF ഭടന്മാരുടെ ഓർമ്മയ്ക്കായാണ് 1960 മുതൽ പോലീസ് ദിനം ആചരിക്കുന്നത്. അടുത്തിടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട ചുഴലിക്കാറ്റുകളുടെ പേര്? ഉത്തരം യഥാക്രമം തേജ്, ഹമൂൺ. തേജിന് ഇന്ത്യയും ഹമൂണിന് ഇറാനുമാണ് പേരുകൾ നിർദ്ദേശിച്ചത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി? ഉത്തരം K-സ്മാർട്ട്. കേരള സൊല്യൂഷൻ ഫോർ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് സേവനങ്ങൾ നൽകുന്നത്. തുടക്കത്തിൽ നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും സേവനങ്ങൾ ലഭ്യമാക്കും. 2023 ഒക്ടോബർ 23 അന്തരിച്ച പ്രശസ്തനായ ഇന്ത്യൻ ക്രിക്കറ്റർ? ഉത്തരം ബിഷൻ സിംഗ് ബേദി. ലോകം കണ്ട ഏറ്റവും മികച്ച ഇടം കയ്യൻ സ്പിന്നറായിരുന്നു. മൻസൂർ അലിഖാൻ പട്ടൌഡിയുടെ പിൻഗാമിയായി 1976 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി. 37ാമത് ദേശീയ ഗെയിംസിനു വേദിയായ സംസ്ഥാനം? ഉത്തരം ഗോവ. 2023 ഒക്ടോബർ 25 മുതൽ നവംബർ 9 വരെ ഗോവയിലെ പനജി, മപ്സ, മഗ്ഗാവ്, വാസ്കോ, പോണ്ട എന്നീ 5 നഗരങ്ങളിലെ വേദികളിലായാണ് ഗെയിംസ് നടന്നത്. കേരളത്തിൽ നിന്നുള്ള 496 പേരുൾപ്പെടെ 10,000-ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. 80 സ്വർണം, 69 വെള്ളി, 79 വെങ്കലം ഉൾപ്പെടെ 228 മെഡലുകൾ നേടി ഒന്നാമതെത്തിയ മഹാരാഷ്ട്ര രാജാ ബലീന്ദ്ര സിംഗ് ട്രോഫി നേടി. 66 സ്വർണം, 27 വെള്ളി,
33 വെങ്കലം എന്നിങ്ങനെ 126 മെഡലുകൾ നേടിയ സർവീസസ് 2ാം സ്ഥാനത്തെത്തി. ഹരിയാനയ്ക്കാണ് 3ാം സ്ഥാനം. 36 സ്വർണം, 24 വെള്ളി, 27 വെങ്കലം ഉൾപ്പെടെ 87 മെഡലുകൾ നേടിയ കേരളം 5ാമതായി എത്തി. പാഠപുസ്തകങ്ങളിൽ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നതിന് പകരം ഭാരത് ആക്കണമെന്നതുൾപ്പെടെയുള്ള ശുപാർശകൾ NCERT സാമൂഹിക ശാസ്ത്ര പാഠപുസ്തക പരിഷ്കരണ സമിതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 7-അംഗ സമിതിയുടെ മലയാളി കൂടിയായ അധ്യക്ഷൻ. ഉത്തരം പ്രൊഫസർ CI ഐസക്. പ്രൈമറി മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള NCERT പുസ്തകങ്ങളിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളവയാണ് ശുപാർശകൾ. ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള നായ എന്ന ഗിന്നസ് റെക്കോർഡിന്റെ ഉടമ അടുത്തിടെ ജീവൻ വെടിഞ്ഞു. പേര്? ഉത്തരം ബോബി. 31 വയസ്സും 165 ദിവസവും പ്രായമുള്ള നായ പോർച്ചുഗലിലെ ഒരു ഗ്രാമത്തിലാണ് കഴിഞ്ഞിരുന്നത്. ആപ്പിളിന്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത്? ഉത്തരം ടാറ്റ ഗ്രൂപ്പ്. ഇതിനായി ഐഫോൺ നിർമ്മിക്കുന്ന തൈവാനിലെ വിസ്ട്രോൺ കോർപ്പറേഷന്റെ ഇന്ത്യൻ ഉപകമ്പനിയായ വിസ്ട്രോൺ ഇൻഫോകോം മാനുഫാക്ചറിംഗിനെ 1040 കോടി രൂപ മുടക്കി ടാറ്റ ഏറ്റെടുക്കും. ബഹിരാകാശത്തടുത്തിടെ എലി ഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ഉത്തരം ജപ്പാൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പരീക്ഷണത്തിൽ ഭ്രൂണം സാധാരണ പോലെ വളർന്നുവെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു. മനുഷ്യർക്ക് ബഹിരാകാശത്ത് പ്രത്യുത്പാദനം നടത്താൻ കഴിഞ്ഞേക്കുമെന്ന് സൂചന നൽകുന്ന ആദ്യ പഠനമാണിത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷന്റെയും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും നേതൃത്വത്തിലാണ് IMC-യുടെ 7ാം പതിപ്പ് നടന്നത്. 2022-ലെ IMC-യിലാണ് ഇന്റർനെറ്റിൽ അതിവേഗത്തിന്റെ അധ്യായം രചിച്ച 5G രാജ്യത്ത് അവതരിപ്പിച്ചത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.